63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തുടക്കം. രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 14 ജില്ലകളിൽ നിന്നായി 15,000-ഓളം കലാപ്രതിഭകളാണ് കലോത്സവത്തിന് തലസ്ഥാനത്തേക്ക് എത്തുക. 2016 അവസാനമായി കലോത്സവത്തിന് തലസ്ഥാനം വേദിയായത്. 7 വർഷത്തിനു ശേഷം ഒരിക്കൽ കൂടി കലാമാമംഗത്തിന് തിരിതെളിയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ മുക്കും മൂലയും ഒരുങ്ങിക്കഴിഞ്ഞു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും. മന്ത്രി വി ശിവൻകുട്ടി സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങും. നഗരത്തിൽ വിവിധയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വേദികളാണ് മത്സരങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. 25 നദികളുടെ പേരിൽ 25 വേദികൾ. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നിളാ നദിയാണ് എനിക്കിഷ്ടം. ഇത് കലോത്സവത്തിന്റെ പ്രധാന വേദി. പേര് MT നിള. ആദ്യം ഭാരതപ്പുഴ എന്ന് പേരിട്ട സെൻട്രൽ സ്റ്റേഡിയം MTയോടുള്ള ആദരസൂചകമായി MT നിള എന്ന പേര് മാറ്റുകയായിരുന്നു. വേദികളിലെല്ലാം ഡോക്ടർമാരുടെ സേവനവും ആംബുലൻസ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പുത്തരിക്കണ്ടം മൈതാനിയിലാണ് ഭക്ഷണ പന്തൽ. അഞ്ചുനാൾ ഇടതടവില്ലാത്ത ഭക്ഷണ വിതരണം. വയർ നിറച്ചൊന്ന് വിശ്രമിക്കാനിരിക്കുന്നവർക്ക് വിശ്രമ പന്തലിൽ പ്രത്യേക കലാപരിപാടികൾ. കലവറയിലിനി രുചിപ്പെരുമയുടെ താളപ്പെരുക്കം. ഇന്ന് വൈകിട്ട് മുതൽ പന്തലിൽ ഭക്ഷണം വിളമ്പി തുടങ്ങും. സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും പരിപാടികൾക്കൊപ്പം നടക്കും. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി ഈ വർഷത്തെ മത്സര ഇനങ്ങളാകും. അരങ്ങും ആരവവും ഒരുങ്ങി. അനന്തപുരി ഒരുങ്ങി കഴിഞ്ഞു. കലയുടെ പെരുമഴക്കാലത്തേക്ക് ഇനി വിനാഴികകളുടെ ദൂരം മാത്രം. രാജീവ് രാജേന്ദ്രനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.